ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിന് ആദ്യമായിട്ടൊരു ബൗളിൽ 1/2 കപ്പ് കൊക്കോ പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ കുറച്ച് പാൽ, ഒരു 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ആദ്യമേ ഇളക്കി നല്ല പോലെ മിക്സ് ചെയ്തെടുത്താലേ പിന്നെ നമുക്ക് പാലിലേക്ക് ഒഴിക്കുമ്പം കട്ടയൊന്നും ഇല്ലാതെ കിട്ടത്തുള്ളൂ. ഇനി ഇത് 1 ലിറ്റർ പാലിലേക്ക് വേണം ഒഴിക്കാനായിട്ട്. 1 ലിറ്റർ പാലിൽ 1/4 കപ്പ് പഞ്ചസാര, 1/2 തൊട്ട് 1/4 കപ്പ് വരെ പഞ്ചസാര ഇടാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലും കൂടെ ഒഴിച്ച് നേരത്തെ കലക്കി വെച്ചിരുന്ന കൊക്കോ പൗഡറിൻ്റെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്ത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. ഇനി വേണ്ടത് കോഫിയാണ്. 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കോഫി ഉണ്ടാക്കി വെക്കുക. ഇനി ഇതിലേക്ക് ഏതെങ്കിലും ബിസ്ക്കറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഒരു ലെയർ ആക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിൻ്റെ മിക്സ് എടുത്ത് ഒഴിക്കുക. ചൂടോടെ തന്നെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതുപോലെ ലെയർ ചെയ്തെടുക്കുക. ഒരു 3 ലെയർ വരെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതല്ലാതെ തന്നെ ചെറിയ ഡെസേർട്ടായിട്ടും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ലെയറിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് സെറ്റ് ആയതിനു ശേഷം വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഗനാഷ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഒരു 8 മണിക്കൂറോളം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3-4 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കി വേണം എടുക്കാൻ. ഡീറ്റെയിൽഡ് റെസിപ്പിക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാം. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.